ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പലതരം ചിക്കൻ കറികളും നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? എന്നാൽ ഇന്ന് വളരെ ഈസിയായി കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ഏലക്ക, 2 തക്കോലം, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നമുക്ക് പെരിഞ്ചീരകമാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ശകലം കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് സവാളയും ഒരു 20 കൊച്ചുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നല്ലതുപോലെ ഇവയെല്ലാം കൂടെ വഴറ്റി യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റാണ് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റും എടുക്കാം. അതും ഒരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. എരിവിനായി ഞാനൊരു 4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇത്തിരി കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഈ ഒരു കൂട്ട് ഇളക്കി യോജിപ്പിക്കാം. വേകുന്നതിന് വേണ്ടി നമുക്ക് 2 മിനിറ്റ് അടച്ച് വേവിക്കാം. ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ അത് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മിക്സ് ആയിട്ടുള്ളതാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് ഗരം മസാല പൊടിയാണ്. അതൊരു 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി, അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാം. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടി നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. മൂപ്പിച്ച് വരുമ്പോൾ നല്ലൊരു കളർ വരും. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഈ ഉള്ളിയിലൊക്കെ ഈ പൊടി, മസാലപ്പൊടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ ഒരു 4 മീഡിയം സൈസ് തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു മസാലയിലിട്ട് നല്ലതുപോലെ നമുക്കൊരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഞാൻ ക്ലീൻ ചെയ്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് മിക്സാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ 5 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായി ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു വെള്ളം നമുക്ക് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാം. ശേഷം ഈ മസാലയും ചിക്കനും എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു 10-15 മിനിറ്റ് നന്നായി അടച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം.
ഈ ഒരു ചിക്കൻ കറി ഞാൻ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്.